ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ സതീശനുമായിട്ടും അതേപോലെ KC വേണുഗോപാൽ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് സതീശൻ്റെ പുറകെ നടക്കുന്നത് പ്രൊജക്റ്റ് ചെയ്ത് അത് ചെയ്ത് കഴിയുമ്പോൾ പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് ആദ്യം കുറച്ച് ആൾക്കാർ തെറി പറഞ്ഞു, പിന്നീട് ഇത് കണ്ടവർക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അത് പോയിന്റ് ഉണ്ടെന്ന് പിടികിട്ടി. അപ്പം അതിനെ തുടർന്ന് തന്നെ അടുത്തൊരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് പറയും. ആ ടോപ്പിക്ക് തന്നെയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട്. കോൺഗ്രസിന് വോട്ട് ചെയ്തവരും ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ തെറി പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ചില പോയിന്റ് ഉണ്ട്. കേരളത്തിലെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് മുസ്ലിങ്ങൾ. അതിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുഴുവനും ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന മുസ്ലിം ലീഗും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അവരിവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിൻ്റെ പരിഗണന UDF-നകത്ത് അവർക്ക് കൊടുക്കണം. കാരണം അവർക്ക് ഇത്ര സീറ്റുണ്ട്. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഡൽഹി വരാറുണ്ട്. ഒരു പ്രാവശ്യം പോയിരുന്ന് ഞാൻ ഈ ലീഗിൻ്റെ ഈ പ്രശ്നങ്ങളും അവരുടെ സമ്മർദ്ദവും പ്രഷറുമായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ചു. പുള്ളി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് കോൺഗ്രസിനെ UDF-നെ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് പറഞ്ഞു. അതും അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു KSUകാരനാണ്. അന്നുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ട് പരിചയമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം കേട്ടോണ്ടിരുന്നു. നോ എന്നൊരു വാക്ക് പറഞ്ഞില്ല. കേട്ടോണ്ടിങ്ങനെ ഒരു രീതിയിൽ ചിരിച്ചുകൊണ്ടിരുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്തത്. കാരണം രാത്രിയിൽ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് തന്നെയാണ് പിന്നെ സംഭവിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൻ്റെ പല ഇഷ്യൂസ് ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു ഫ്യൂച്ചർ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് റാഡിക്കൽ ഇസ്ലാം. നിങ്ങൾ കേട്ടുകയാണ് MM അക്ബർ, മറ്റുള്ള പല സ്പീക്കേഴ്സ്, അതേപോലെ സലഫിസം, വഹാബിസം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ച സമയം ഏതാ? ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഒറിജിനേഷൻ വരുന്നു. അതിൻ്റെ ടോട്ടൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ആരാണ്? ഈ പറയുന്ന മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ ബാഹ്യമായിട്ട് മറ്റുള്ള ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള റാഡിക്കൽ ഇസ്ലാം ഒന്നും ഈ പറയുന്ന കേരളത്തിൽ വളരത്തില്ല. ഇത് സെക്യൂരിറ്റി കൺസേൺ ആണ് ഇഷ്യൂ. അത് വളർന്നെവിടെ പോയി? ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത്, കേരളം എന്ന് പറഞ്ഞ ചെറിയൊരു സ്റ്റേറ്റിൽ, എന്നാൽ കേരളത്തിലുള്ള മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ. ആ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഏകദേശം 147 പേര്, ഇത് ഡോക്യുമെന്റേഷനാണ്, ഈ ISIS ജോയിൻ ചെയ്യാൻ പോയേക്കുക. അതിനകത്ത് ക്രിസ്ത്യൻ പെൺകുട്ടികളുണ്ട്, ഈ പറയുന്ന ഹിന്ദു പെൺകുട്ടികളുണ്ട്. ഇത് ചെറിയ കാര്യമാണോ? ആരാ ഇത് ഒറിജിൻ ചെയ്തത്? എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത് ഒതുക്കാൻ പറ്റിയില്ല? പിന്നീട് അത് എത്ര വർഷം ചലിച്ചു? പിന്നീട് മോദി ഗവൺമെന്റ് വന്ന ശേഷമാണ്, കേന്ദ്രത്തിൽ വന്ന ശേഷമാണ് ഈ സാധനത്തെ പിടിച്ചു കെട്ടുന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. പിണറായി വിജയന്റെ കഴിവൊന്നുമല്ല. പിന്നീട് സെൻട്രൽ ഇത് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. കേരളം മറ്റൊരു മിനി താലിബാനും മിനി പാകിസ്ഥാനും ആകുന്നുള്ള ഭയമായി. അതേപോലെ ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസായി മലയാളികൾ, പ്രത്യേകിച്ച് മലയാളി, ഈ വടക്കൻ മേഖല എന്നൊക്കെ വരുന്ന മലയാളി കമ്മ്യൂണിറ്റി, മലയാളികളായ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വരെ ചെറുപ്പക്കാർ. ഇത് ഗ്ലോബലായിട്ട് മാറി. ഇത് മുസ്ലിം ലീഗിന് പറയാൻ പറ്റുമോ അവർക്കതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമില്ല എന്ന്? ഈ MM അക്ബറിനെ ആരാ സൃഷ്ടിച്ചത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ SDP ജമാഅത്തി എന്നൊക്കെ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷെ ഇവരൊന്നും എവിടെയും പവറിൽ വരത്തില്ല. പക്ഷെ അവരാർക്കാണ്, എവിടെയാണ് പവർ സെൻറ്റർ, അതിൻ്റെ കൂടി മുസ്ലിം പവർ സെൻറ്ററിൻ്റെ കൂടെ അങ്ങ് നിൽക്കും. എന്നിട്ട് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യും. അതൊരു ഭയങ്കര സ്ട്രാറ്റജിയാണ്. കാരണം അവർക്ക് പൊളിറ്റിക്കൽ കവർ വേണം. പൊളിറ്റിക്കൽ കവർ ഇല്ല എങ്കിൽ ഇവർക്ക് ഈ ആക്ടിവിറ്റീസ് നടത്താൻ പറ്റത്തില്ല. ആ ഒരു കവർ ഇവർക്ക് കിട്ടുന്ന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ്. ഇത് യാഥാർത്ഥ്യം പറയുമ്പോൾ എന്നെ ആ ക്രിസംഗീന്നും കോപ്പൊന്നും ഒന്നല്ല, ഞാൻ പറയുന്ന ഡേറ്റ വെച്ചാ പറയുന്നത്. നിങ്ങൾ നോക്കുക,
സൗദി അറേബ്യക്ക് സലഫിസം വേണ്ട, UAE വേണ്ട, അറേബ്യൻ രാജ്യങ്ങൾക്ക് വേണ്ട. ഈ പറയുന്ന കൊച്ചു കേരളത്തിന് സലഫിസം വേണമെന്ന് ഈ ലീഗിന് ഇവർക്ക് നിർബന്ധം എന്താ? അതിനെ ആരാ ഒതുക്കേണ്ടത്? ഒതുക്കേണ്ടത് അവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അത് കേരളത്തിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. കേരളത്തിൻ്റെ കോസ്റ്റൽ ടെറൈൻ, ഈ സംഭവങ്ങൾ, അതൊക്കെ ഒരു സമയത്ത് ഇതങ്ങ് കയറിയങ്ങ് പിടിച്ചു. വടക്കൻ മലബാറിലെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവർക്ക് പ്രത്യേക ഗ്രൂപ്പുകൾ, അതിൻ്റെ അകത്തൂടെ എന്തുവായിരുന്നു ഈ പ്രശ്നം. അപ്പം അതിൻ്റെ ധൈര്യത്തിലല്ലേ പിണറായി വിജയനുള്ള സമയത്ത് അത് മുന്തിരിക്കവും മറ്റേ കുന്തിരിക്കവും അവലും മലരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകടനം കയറി വന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഞാൻ പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈരാറ്റുപേട്ട വിഷയം. ഞാനാണ് ആദ്യം അത് കോയിൻ ചെയ്യുന്നത്. അതൊരു മിനി താലിബാനാണ്. എനിക്കെതിരെ പിണറായി വിജയൻ സർക്കാർ വലിയ കേസെടുത്തു. അവിടുത്തെ മുസ്ലിം ലീഗ്, അവിടുത്തെ DYFI, അവിടുത്തെ മറ്റുള്ള കോൺഗ്രസ്സുകാർ എല്ലാവരും എനിക്കെതിരെ കേസ് കൊടുത്തു. ഗവൺമെൻറ് ആ കേസ് ഇനീഷ്യേറ്റ് ചെയ്ത് എനിക്കെതിരെ കലാപാഹ്വാനം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വലിയ കേസായി. മനസ്സിലാക്കുക, അത് പിന്നീടാണ് രണ്ടാമത് ഈ ഇഷ്യൂ കയറി വരുന്ന ഒരു കാറുമായിട്ട് അടിയും പിടിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് ആദ്യം ഇഷ്യൂ ഞാൻ ടേക്ക് ഓവർ ചെയ്ത്. ആദ്യം മനസ്സിലാക്കുക, ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് പോലീസുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു കോർട്ട്. കാരണം അവരുടെ ഡയറക്ഷൻ തന്നു. ഞാനവിടെ പോയി എന്നെ ക്വസ്റ്റ്യൻ, ഇപ്പം എൻ്റെ കൂടെ ലോയർ ഓഫീസ്, ഞാൻ എൻ്റെ സ്ഥിരമായിട്ടുള്ള അഡ്വക്കേറ്റ് PK വർഗീസ്, അദ്ദേഹത്തിൻ്റെ 2 ജൂനിയേഴ്സായിട്ടുള്ള ലോയേഴ്സ് ഉണ്ട്. അവരും കൂടെ എൻ്റെ സഹായത്തിനായിട്ട് വന്നു. ഞാനും ഇവരും എൻ്റെ ഡ്രൈവറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഉള്ള സംഭവമായത്, ആ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ ചുറ്റും ഈ പറയുന്ന വിമാനങ്ങൾ കൂടി. ഇവരുടെ ധാരണ ഞാൻ ഈ മറ്റേ പേടിച്ചു കിടക്കുന്ന യൂട്യൂബർ ആയിരിക്കുമെന്ന്. ഞാൻ ഈ പറയുന്ന ഡൽഹി ജേർണലിസത്തിൽ ഇവമാർക്കിട്ട് എല്ലാവർക്കും അടികൂട്ടി ജീവിക്കുന്നവന്, ഈ പറയുന്ന ഓലപ്പാമ്പൊന്നും കണ്ട് പേടിക്കുന്നവനുമല്ല. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് എനിക്ക് ഈശ്വരൻ തന്ന ഒരു ധൈര്യമാണ്. അത് ഞാൻ ലോകത്ത് എവിടെയും കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്നത് എന്നെ അന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നിരിക്കുന്നത് പാലാ DYSP, പിന്നെ അവിടുത്തെ ഒരു SHO. അപ്പം അവിടുത്തെ SHO ലീവായിരുന്നു, വേറെ SHO വന്നു. അപ്പം എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ ഇത് പറയാനുണ്ടായ കാരണം? ഒരു ക്വസ്റ്റ്യൻ വലിയ ഇഷ്യൂ ആയാലും മീഡിയ ആയാലും ഞാൻ ആ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു. ഇതാണ്, അതായത് ഞാൻ വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടാണ് പോയത്. അന്ന് നേരത്തെ ഉണ്ടായിരുന്ന കോട്ടയം SP-യുടെ സ്റ്റേറ്റ്മെൻറ്റ്, പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട്. ഞാൻ പറഞ്ഞു പത്രമല്ല, എൻ്റെ കയ്യിൽ കൃത്യമായ ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ, അതായത് വെൽ ഡോക്യുമെൻറ്റഡ്, അതായത് പത്ര കട്ടിങ്സ് അല്ല. അത് കഴിഞ്ഞിട്ട് PFIയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒരു RSSകാരനെ കൊന്ന ശേഷം അപ്പം അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള PFIയുടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസ് ആയി ബന്ധപ്പെട്ട് അവിടെ SDPIയുടെ പല നേതാക്കളെയും പിടിച്ചും ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ കേസുണ്ട്, അവരെ ജയിലിൽ അടച്ചു. അതേപോലെ തന്നെ അവിടെ വ്യാപാരി വ്യവസായി ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അവിടെ ഇഷ്യൂ ആണ്. ഒരു കലാപരിപാടി നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മലബാറിൽ നിന്നുള്ള ഗ്രൂപ്പ് വന്ന് പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അവർ ഈ പാട്ടുകൾ ഇവിടെ പാടരുത്, അതായത് കേരളത്തിലായി പറയുന്ന ഈ സംഭവം. അപ്പം ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ ചോദ്യത്തിന് നേരത്തെ പാർലമെൻറ്റിൽ കൊടുത്ത ഉത്തരം, അതിൻ്റെ മുഴുവൻ ഒറിജിനൽ ഡോക്യുമെൻറ്റേഷൻ ഞാനിത് അതിൻ്റെ കോപ്പി എടുത്തു, അത് വെരിഫൈ ചെയ്ത കോപ്പി എടുത്തു. അതേപോലെ തന്നെ ഈ പാട്ട് പാടിയതിൻ്റെ ആ ക്ലിപ്പിങ് അത് ഞാൻ ഫോറൻസിക്കലി ടെസ്റ്റ് ചെയ്തു. അതായത് പോലീസൊക്കെ കൊടുക്കുന്ന ഫോറൻസിക് ലാബിൽ കൊണ്ടുപോയി അത് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തു ഒറിജിനലാണ്. കാരണം അഡൽറ്റേഡ് അല്ല, ഇത് ടാമ്പേഡ് അല്ല. ഞാൻ പറഞ്ഞു ഈ സാധനങ്ങൾ വലിയ ഫയലായിട്ടാണ് ഞാൻ പോയത്. അപ്പം അന്ന് ഞാൻ പോലീസുകാരനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങളുടെ SP-യാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ത്യൻ ഹോം മിനിസ്റ്റർ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ഞാൻ പറഞ്ഞതല്ല. എന്തുകൊണ്ടാണ് ഈരാറ്റുപേട്ട സെൻസിറ്റീവായതിൻ്റെ കാര്യം? അവിടെ ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂ അത് ഓവർകം ചെയ്യണം, അത് ഗവൺമെൻറ്റിൻ്റെ, അത് ഞാനത് പത്രക്കാരൻ എന്ന രീതിയിൽ
വെൽ ഡോക്യുമെന്റഡ് ആയിട്ടാണ് സാധനം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡോക്യുമെന്റേഷൻ എൻ്റെ കയ്യിലുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമെങ്കിൽ എതിർത്തോളം പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന 2 DYSP അന്നത്തെ SHO, അപ്പം അവരുദ്ദേശിച്ചു ഞാൻ ഈ പറയുന്ന ഒരു സാധാരണ യൂട്യൂബർ ആയിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയുന്നത് 90% ഞാനത് വെൽ സ്റ്റഡീഡ് ആയിരിക്കും ആ ടോപ്പിക്ക്. അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുകയുള്ളൂ. കാരണം അത് എനിക്കറിയാം സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് അത് ചെയ്തത്. ഇതാണ് എൻ്റെ ഭാഗം. അപ്പം അന്ന് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ പോലീസ് എനിക്കെതിരെ, അതേപോലെ തന്നെ കോട്ടയത്ത് തന്നെ SP ഒരു മൂവാറ്റുപുഴക്കാരനായിരുന്നു, അയാളിങ്ങനെ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുക എന്തുണ്ടായി, ഡെവലപ്മെൻ്റ് ഉണ്ടായി. എൻ്റെ സംഭവം ഏകദേശം 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തീർന്നു. ഞാൻ കൂളായിട്ട് ഒരു പോലീസ് അറിഞ്ഞ് നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണം ഈരാറ്റുപേട്ട. ഞാൻ പറഞ്ഞു എനിക്കൊരു സെക്യൂരിറ്റിയും വേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ്. കാരണം ആ ഈരാറ്റുപേട്ട സെൻസിറ്റീവാണ്, അതേപോലെ മതപരമായിട്ട് മറ്റുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനൊരു സംഭവം ഉണ്ടായത്. അത് ഗവൺമെൻറ് പറയുന്ന ഡോക്യുമെൻ്റാണ്, ഞാൻ ഉണ്ടാക്കിയ ഡോക്യുമെൻ്റ് അല്ല. ഇതിനെ എങ്ങനെ ഗവൺമെൻറ് ഡിനൈ ചെയ്യാൻ പറ്റും? ഈ പറയുന്ന SP കാർത്തിക് അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ടുണ്ടോ? കേരളത്തിലെ ഹോം മിനിസ്റ്റർ ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ടുണ്ടോ? അതിൻ്റെ കോപ്പിയല്ലേ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ചു കൊടുത്ത അതിൻ്റെ കോപ്പിയല്ലേ സംഭവം? അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം അതുപോലും പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ കേരളത്തിൻ്റെ പുതിയ മതേതര ഭാവം എന്ന് പറയുന്നത്. എൻ്റെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിനും കൂടെ ഉത്തരം വേണം. കാരണം ഈ പറയുന്ന ലീഗ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ കോൺഗ്രസ് UDF അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി അവർ തന്നെയാണ് ഉത്തരവാദി. അവർ തന്നെയാണ് ഇത് കാണിച്ചേക്കുന്നത്. അവരുടെ ധാരണ മലപ്പുറത്ത് അവിടെ ജയിച്ച് കുറച്ച് സീറ്റുണ്ടെങ്കിൽ കേരളം ഭരിക്കാം. പക്ഷെ കേരളം ഭരിക്കാൻ നിങ്ങൾ ഡെമോഗ്രഫി എടുത്ത് നോക്ക്. തൃശ്ശൂർ കഴിഞ്ഞ് തിരുവനന്തപുരം വരെ ആർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് അവരെ കേരളം ഭരിക്കത്തുള്ളൂ. കാരണം കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഇവിടൊക്കെ ഈ പാലക്കാടാണെങ്കിൽ അവിടുത്തെ സീറ്റുകൾ എല്ലാവർക്കും അറിയാം, എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. കാരണം പാർട്ടി ഗ്രാമങ്ങൾ ഇവർ ലീഗിന് എത്ര സീറ്റ്, അവർക്ക് ഇത്ര സീറ്റ്. അതിൽ അത്ഭുതം സംഭവിച്ചത് ഇപ്രാവശ്യം കോഴിക്കോട് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടി. ഇതാണ് സംഭവം. അപ്പം ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഇതേപോലെ റാഡിക്കൽ ഇസ്ലാമിനെ ആരാണ് വളർത്തിയത്? ഇതിനൊക്കെ ചോദ്യമുണ്ട്. ഇതെന്തുകൊണ്ട് ഇപ്പം ചോദിക്കുന്നില്ല? കേരളത്തിലെ മീഡിയ ചോദിക്കുന്നില്ലോ, സോക്കോൾഡ് വലിയ യൂട്യൂബർമാർ ചോദിക്കുന്നില്ല, ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഉണ്ടകളാന്ന് പറഞ്ഞ അവന്മാരും ചോദിക്കുന്നില്ല. ആരാണിത് വളർത്തിയത്? ഇത് വളർത്തിയതിൻ്റെ കാരണം ലീഗ് തന്നെയാണ് അവരുടെ ഗോഡ് ഫാദർ. അല്ലെങ്കിൽ ഇത്രയും ഇത് വളരത്തില്ലായിരുന്നു. ഇതിനെ ആരാണ് അടിച്ചൊതുക്കിയത്? ഒരിക്കലും അത് പിണറായി വിജയനല്ല. കാരണം കേന്ദ്ര ഏജൻസികൾ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പല ഏജൻസികളും കേരളത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം കേരള ഗവൺമെൻറ് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തു. ഈ പല PFIയുടെ ഫണ്ട് വരുന്ന സംഭവം പല സോഴ്സുകളുണ്ട്, ഇൻക്ലൂഡിങ് ജമാഅത്തിയുടെ ഫണ്ടുകൾ. എന്തുകൊണ്ടാണ് ജമാഅത്തിയുടെ പത്രക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തത്? അവരുടെ ഫണ്ടിങ് അങ്ങ് ബ്ലോക്ക് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് അതാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അതേപോലെ ഈ ഹവാല, നിങ്ങൾ ഈ കള്ളക്കടത്ത് എടുക്കുക. ആരാണ് ഈ റാക്കറ്റിൻ്റെ ഭാഗം? ഒരു 10 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 പേരും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലാണ്. ആരാണ് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത്? ഈ കല്ലറങ്ങാട്ട് പിതാവ് ബിഷപ്പ്, പാലാ ബിഷപ്പ് പറഞ്ഞ ഡ്രഗ് ജിഹാദ് എന്ന്, അത് പള്ളിക്കകത്ത് പറഞ്ഞ കാര്യമാണ്. ഇനി ഡ്രഗിൻ്റെ കേസെടുക്കുക കേരളത്തിൽ, ആരാണ് അതിൻ്റെ ഉത്തരവാദി? ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നവരാരാണ്? ഇതിനൊക്കെ ആരാണ് ഉത്തരം കൊടുക്കുക? ഇത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനുള്ള പ്രാരംഭ പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യുകയാണ്, വീണ്ടും അതേപോലെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി. സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഇതിനെയാണ് ബേസിക്കലി ലീഗിനറിയാം. അതായത് അവർക്ക് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അവർക്ക് ആവശ്യമുണ്ട്. അത് വീക്കായിരിക്കണം. അതേപോലെ വേറെ കാര്യം പറയും, ഇവിടെ പല വെൽഫെയർ സ്കീം വരുന്നുണ്ട്. വെൽഫെയർ സ്കീം ഈ പറയുന്ന ലീഗും UDFും ഭരിക്കുമ്പോൾ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമാണോ, അതേ ഒരു മൈനോറിറ്റിക്ക് മാത്രമാണോ വെൽഫെയർ? ഇവിടെയുള്ള ഭൂരിപക്ഷ കമ്മ്യൂണിറ്റിയായ ഹിന്ദു കമ്മ്യൂണിറ്റി, അപ്പോൾ അതിനകത്തെ വീക്കറായിട്ടുള്ള പല കമ്മ്യൂണിറ്റിയും ഉണ്ട്. അവരുടെ കാര്യം ആരാ ഈ പറയുന്നത്? അതിനകത്തൊന്നും പ്രോപ്പറായിട്ട്
കാര്യങ്ങൾ പറയാൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ കുണാപ്പനെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഞാൻ വെറുതെ പറയുന്നൊന്നുമില്ല. അയാളുടെ കാര്യം പലതും നടക്കാതെ വരുമ്പോൾ ഓരോന്ന് വിളിച്ചു പറയും, അത്രേ ഉള്ളൂ. അയാളുടെ സംഘടനാ പ്രവർത്തനം, ഈ പറയുന്ന സാമുദായിക സംഭവം, അത് അത്രയേ ഉള്ളൂ. അതിനകത്ത് കുറച്ചെങ്കിലും മെച്ചം സുകുമാരൻ നായർ ചില കാര്യങ്ങളിനകത്ത് വളരെ ഷാർപ്പായിട്ട് പറയും. കേരളത്തിലെ അപ്പർ കാസ്റ്റാണ് നായേഴ്സ്. നായർ കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ പ്രശ്നമുണ്ട്. അതിനകത്തൊരു കമ്മീഷനെ അല്ല വെക്കേണ്ടത്. അതായത് കേരളത്തിൽ ആദ്യം നടക്കേണ്ട ഒരു എക്കണോമിക് സർവേ ആണ് നടത്തേണ്ടത്. എക്കണോമിക് സർവേക്കകത്ത് കൃത്യമായിട്ട് ജാതി തിരിച്ചുള്ള സർവേ അങ്ങ് നടത്തണം. സർവേ നടത്തുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ വെറുതെ അല്ല പറയുന്നത്. കേരളത്തിലെ ക്രൈസ്തവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ വെൽ ഹാപ്പിയാണ്. കാരണം വിദേശവും അതും അമേരിക്ക ഇവിടെയൊക്കെ ആയിട്ട് വെൽ എഡ്യൂക്കേറ്റഡ് അവർ പോയി. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ കമ്മ്യൂണിറ്റിയായി ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഈ പറയുന്ന BJP ഒന്നും അത് അഡ്രസ്സ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. അതിനകത്തൊരു കൊള്ളാവുന്നൊരു നേതാവ് ഈ ശശികല എന്ന് പറയുന്ന ഇഡിയറ്റിനെ കൊണ്ടല്ലാതെ പറയേണ്ടത്, ഡേറ്റ വെച്ച് പറയണം. എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്താണ് ഈ കമ്മ്യൂണിറ്റി, ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കുള്ള പ്രശ്നം? വിശ്വ ഹിന്ദു പരിഷത്തല്ല പറയേണ്ടത്. കാരണം അവരുടെ ഈ ഡേറ്റ ഇല്ല. വെൽ സ്റ്റഡി ചെയ്ത് പ്രസന്റ് ചെയ്ത് പറയണം. അതിന് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ തന്നെ സ്റ്റഡി ചെയ്ത് പറയണം. കോൺഗ്രസ് പാർട്ടിയിലെ ഏത് നേതാവ് ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് വന്നവർ പറയും? കാരണം പറയാത്തതിൻ്റെ കാര്യം എന്താ? പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എതിർക്കുമല്ലോ. ഇതൊക്കെയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്നൊക്കെ പറയുന്നത്. ഞാനത് വെറുതെ തമാശയായിട്ട് പറയുന്നതല്ല. സോ നമ്മളിത് കാണുമ്പോൾ പല കാര്യങ്ങളും, അതായത് പ്രീണനം എന്ന് പറയുന്നത് UDFിൻ്റെ കാലത്ത് ഭയങ്കരമായിട്ട് കൂടും. എന്താ ഈ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്തുമസിനൊക്കെ ലീഗിൻ്റെ നേതാക്കന്മാർ ഈ പള്ളികൾ തോറും കേക്കുമായിട്ട് നടന്നതിൻ്റെ കാര്യം എന്താ? കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വല്ലാത്ത പ്രശ്നമുണ്ടായി. കാരണം എല്ലായിടത്തും ഈ ലീഗിൻ്റെ ആൾക്കാരെ തിരികേട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ തെറി വിളിക്കാൻ തുടങ്ങി. സ്കൂളുകളിൽ തട്ടം, അവിടെ തട്ടം, ഇത് പ്രശ്നം, ആ പ്രശ്നം. കേരളത്തിലെ കന്യാസ്ത്രീകൾ സ്കൂളുകൾ നടത്തുന്ന കൊള്ളില്ല. ഇപ്പോഴാണ് ലീഗിന് പിടികിട്ടിയത്. അവന്മാരുദ്ദേശിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം കിട്ടത്തില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കൂടെ ഉദ്ദേശിക്കണം, ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയും കൂടെ ഉദ്ദേശിക്കണം. അതിൻ്റെ പേരിൽ വീണ്ടും തിരിച്ചവർ ഈ പറയുന്ന സെക്യുലർ പ്ലാറ്റ്ഫോമിലോട്ട് വന്നേക്കുവാണ്. ഈ സതീശിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ ഫ്ലക്സൊക്കെ വെക്കുന്ന ലീഗുകാരും ഈ ജമാഅത്ത് ഇവരെല്ലാം കൂടി ഒരുമിച്ചങ്ങ് നിൽക്കുക. കാരണം അവർക്ക് പരിപാടി നടത്തണം, അവർക്ക് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകണം, അവരുടെ രീതിയിലാക്കിയെടുക്കണം, എല്ലായിടത്തും ആൾക്കാരെ കുത്തിക്കയറ്റണം. അതാ പറഞ്ഞു, ഇനി അത് നടപ്പിലാക്കുക. അതിനുവേണ്ടി സതീശനെ പൊക്കി പിടിച്ച് ഒരു വീക്കർ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരിക. കാരണം അയാൾക്ക് സപ്പോർട്ടൊന്നുമില്ല. ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് സപ്പോർട്ടില്ല, MLA-മാരുടെ സപ്പോർട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും. അതായത് ക്യാബിനറ്റ് മീറ്റിങ്ങിന് മുമ്പ് മുഖ്യമന്ത്രി ആദ്യം നോട്ട് അയക്കേണ്ടത് പാണക്കാടോട്ട് അയക്കണം. പാണക്കാടൊന്ന് അപ്രൂവൽ വരുവാണെങ്കിൽ ക്യാബിനറ്റ് നടത്താം. അതിനുശേഷമാണ് ക്യാബിനറ്റ് തീരുമാനങ്ങൾ പുറത്ത് വരുന്നത്. ഇപ്പം ഇത് വേണ്ട എന്നേ പറഞ്ഞുള്ളൂ. അതിന് പറ്റിയ ഒരു മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ പോകുന്നു. ഇനി വേറെ കാര്യം സതീശനോട് ചോദിക്കട്ടെ. ഗ്ലോബൽ ടെററിസം ഉണ്ട്, റാഡിക്കലിസം ഉണ്ട്, റാഡിക്കൽ ഇസ്ലാമുണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട്. ലോകം മുഴുവനും, ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങൾ സഫർ ചെയ്യുവാണ്. ലോകത്ത് ഏത് രാജ്യം ഇതുമായിട്ട് സഫർ ചെയ്താൽ അവിടെയൊക്കെ മലയാളിയുണ്ട്. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന VD സതീശൻ കേരളത്തിലെ ഭയങ്കര ഹാഗ് മാർക്ക്, മറ്റേ മാർക്ക്, യുണീക്ക് മാർക്ക് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിനെ പറ്റിയും ഗ്ലോബലായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദത്തെ പറ്റിയും ഈ സതീശൻ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ ഇന്ന് വരെ ഓരോ വാക്ക് മിണ്ടിയിട്ടുണ്ടോ? ഇന്ന് വരെ മിണ്ടിയിട്ടുണ്ടോ? ഗൾഫിൽ എത്രയോ പേര് മലയാളികൾ അനുഭവിക്കുന്നു വാറുമായി ബന്ധപ്പെട്ട്. അവരെ പറ്റി മിണ്ടാറുണ്ടോ? എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം എന്താ? വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലീഗും ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിലുള്ളവന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. റാഡിക്കൽ ഇസ്ലാം, അതേപോലെ ഇസ്ലാമിക വർഗീയത എത്രമാത്രം വർഗീയതയാണ്, അതേപോലെ ആയിരിക്കണം RSSനെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും ക്രൈസ്തവൻ ചെയ്താൽ അവനും വർഗീയവാദിയാണ്. അല്ലാതെ ഏറ്റവും കൂടുതൽ തീവ്രവാദം ചെയ്യുന്നവൻ അവനാണ് മതേതരൻ എന്ന് പറയുന്നതാണ് ഇന്നത്തെ VD സതീശൻ. ഞാൻ 100 തെളിവ് തരാം. അപ്പം അതേപോലെയുള്ള വീക്കായിട്ടുള്ള ഒരാൾ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാതിരിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും നല്ല പോം വഴി.